സ്വിറ്റ്സർലാൻഡ് ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നാളെ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഫ്രിഡ്ജ് ഏകദേശം കാലിയായിരിക്കുകയാണ്. ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച ആയിരുന്നതിനാൽ കടയില്ലായിരുന്നു. ഇനി നാളെ ഈസ്റ്റർ ഞായറാഴ്ചയും അതുപോലെ തന്നെ ഈസ്റ്റർ തിങ്കളാഴ്ചയും ഇവിടെ കടകൾക്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഇന്നേ വാങ്ങി വെക്കേണ്ടിയിരിക്കുന്നു. ഫ്രിഡ്ജിൻ്റെ അകത്ത് അധികം സാധനങ്ങളില്ലാത്ത സമയത്ത് കടയിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് വൃത്തിയായിട്ടിരുന്നോളുമല്ലോ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയയും കിട്ടും. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കടയിലേക്ക് പുറപ്പെടുകയാണ്. നാളെ ഈസ്റ്റർ ആയതിനാൽ കടയിൽ നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക എന്നതാണ് ഇനി അടുത്ത ഡ്യൂട്ടി. കടയിൽ നിന്നെത്തി ഉച്ചഭക്ഷണത്തിന് ശേഷം വീട് ഒന്ന് ക്ലീൻ ചെയ്തു. ഈ കാണുന്നത് ഇവിടുത്തെ ഓശാന ഞായറിൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഇലകളാണ് കേട്ടോ. നമ്മുടെ ഓശാന ഓലകൾ പോലെ. ഈസ്റ്ററിന് കളറുള്ള മുട്ടകൾ ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കുട്ടികൾക്ക് ഈസ്റ്ററിൻ്റെ തലേദിവസം മുട്ട കളർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാനും മോളും ഒരുമിച്ച് ഇന്ന് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മുട്ട കളർ ചെയ്യുന്നതിനായിട്ട് തുടങ്ങുകയാണ്. എല്ലാം തന്നെ ചെയ്യാനാണ് താല്പര്യം. വലിയ സഹായം ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്കതിനുള്ള കളർ വാങ്ങിക്കുവാൻ കിട്ടും. പലതരത്തിലുണ്ട് കേട്ടോ. ഇതിപ്പം പ്ലാസ്റ്റിക് കൂടിനകത്ത് വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് കളർ ചേർത്തതിന് ശേഷം പച്ചമുട്ട പുഴുങ്ങാത്ത മുട്ടയാണിത്. ആ പച്ചമുട്ട ആ കളറിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. ആദ്യം അതിടുമ്പോൾ പൊട്ടാതിരിക്കാനും അതുപോലെ കളർ നമ്മുടെ കയ്യിൽ പിടിക്കാതിരിക്കാനുമാണ് സ്പൂൺ കൊണ്ട് സൂക്ഷിച്ച് അതിൻ്റെ അകത്തേക്ക് വെക്കുന്നത്. പൊട്ടാത്തതിലുള്ള സന്തോഷമാണ് കാണുന്നത്.
അതിനുശേഷം ആ പ്ലാസ്റ്റിക് വേറൊരു പ്ലാസ്റ്റിക് കഷ്ണം വെച്ച് ടൈറ്റാക്കിയതിന് ശേഷം എടുത്ത് മാറ്റണം. അതുപോലെ എല്ലാ കളറുകളും ചെയ്യണം. അതിനുശേഷം ഓരോ പ്ലാസ്റ്റിക് കൂടും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഇടുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം അതിനുശേഷം സാധാരണ മുട്ട പുഴുങ്ങുന്നത് പോലെ തന്നെ ആ വെള്ളം തിളപ്പിച്ച് മുട്ട പുഴുങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് ഏകദേശം വേവായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഓരോന്നും പുറത്തെടുത്ത് അത് കട്ട് ചെയ്ത് മുട്ടയുടെ കളർ മാറിയോ എന്ന് നോക്കാം. സന്തോഷമായിട്ടുണ്ട് ആൾക്ക്. എല്ലാ മുട്ടയും നല്ല കളർഫുള്ളായി തീർന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ കളർ അടിക്കുക എന്നുള്ളത്. ക്രിസ്മസിന് എന്നപോലെ തന്നെ ഈസ്റ്ററിനും ഇവിടെ ഈസ്റ്റർ ട്രീകൾ ഉണ്ടാക്കാറുണ്ട്. ആ ട്രീയിൽ പ്രധാനമായും വരുന്നത് ഇതുപോലെ മുട്ടകളാണ്. ഇതിപ്പോൾ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുട്ട ആണ്. മോള് ആ ട്രീ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദികൾ അർപ്പിക്കുന്നതിനോടൊപ്പം ഒരു നല്ല ഈസ്റ്ററും ആശംസിക്കുന്നു. ബൈ.